ഈ മീറ്റിംഗ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം നമ്മൾ വേർതിരിക്കുകയാണ്. ബഹുമാന്യരായ കർത്തൃദാസന്മാർ പലരും ഇവിടെ ആഗതമായിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാന്യരായ ദേവദാസന്മാർ പലരും ഇവിടെ ആയിട്ടുണ്ട്. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, അതുപോലെ തന്നെ ഷാരോൺ സഭയുടെ ശുശ്രൂഷകന്മാർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അടുത്ത ഒരു 10 മിനിറ്റ് നമുക്ക് ഈ പ്രോഗ്രാം, ഈ ശുശ്രൂഷകൾ സമർപ്പണത്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. ഷാരോൺ സഭയുടെ ശുശ്രൂഷകനായി ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് ജോർജ്, ഷാരോൺ സഭ മൂലയിടം അവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനിദാസനാണ്. തുടർന്ന് ചില നിമിഷങ്ങൾ അദ്ദേഹം എടുത്ത് ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഭാഗത്ത് അർപ്പിക്കാമല്ലോ. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സായം സന്ധ്യവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹ മിനിസ്ട്രിയും റാഫ മിനിസ്ട്രിയും കൂടെ ചേർന്ന് നടത്തുന്ന സുവിശേഷ യോഗത്തിൻ്റെ ഈ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയ കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്തൃത്വനെ ഇന്ന് രാത്രി കാലം വന്ദനം ചൊല്ലുന്നു. എനിക്ക് ശേഷം ശക്തമായ നിലവാരത്തിൽ ഈ ദേശത്തോട് ദൈവജനം സംസാരിക്കേണ്ടതിനായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൽ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും വന്ദനം ചൊല്ലുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരങ്ങൾക്കായി സഹോദരിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസൻ ലാലു പാസ്റ്ററെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ ഈ മീറ്റിംഗ് ക്രമീകരിപ്പാൻ തൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയ നല്ല പ്രേരണയ്ക്കായി, നല്ല താല്പര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും, ഭവനത്തിന് പ്രിയപ്പെട്ടവർക്കും, ദൈവസഭ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരാൻ അരുളി ചെയ്ത ധന്യനായ നിസ്തുലനായ ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെയും സായം സന്ധ്യ വന്ദനത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. സുവിശേഷത്തിന് എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രാധാന്യതയുണ്ട്. എന്നാൽ എതിർപ്പുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പ്രസംഗവേദികളിൽ പോകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ധന്യനായ പൗലോസ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിൽ പ്രാർത്ഥനയ്ക്കിടമുണ്ടാകുമെന്ന് കരുതി ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസ് എത്തപ്പെടുമ്പോൾ പുഴവക്കത്ത് നിന്നിരുന്ന ചില സഹോദരിമാരോട് പൗലോസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവജനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, പൗലോസ് സംസാരിക്കുന്ന ദൈവജനം ശ്രദ്ധിക്കേണ്ടതിന് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയായുടെ ഹൃദയം ദൈവം അവിടെ തുറക്കുവാൻ ഇടയായി തീർന്നു. ഈ ദേശത്ത് ഇന്ന് രാത്രിയിൽ മുഴങ്ങിക്കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനവും ഗാനങ്ങളും ചിലരുടെ ഹൃദയങ്ങളെ തുറക്കുന്നതിന്, ചില ഭവനത്തിൻ്റെ വാതിലുകളെ തുറക്കപ്പെടുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുക. 100-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു, സർവ ഭൂവാസികളുമായുള്ളവര് നിങ്ങൾ എന്തോ ചെയ്യണം? യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ഭക്തന്റെ പദം നോക്കിക്കേ, സകല ഭൂവാസികളുമായുള്ളവര്. അതിന് ആളുകളുടെ വ്യത്യാസമില്ല, സംഘടനകളുടെ വ്യത്യാസമില്ല, ജാതീയ വ്യത്യാസമില്ല. സകല ഭൂവാസികളുമായുള്ളവര് നിങ്ങൾ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ഭക്തൻ പറയണമെങ്കിൽ നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന യഹോവയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുമല്ലോ. കമ്പിവാചകം പോലെ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ യഹോവയുടെ 1-2 പ്രത്യേകത പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഈ ശുശ്രൂഷകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യഹോവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വാക്യമെടുക്കേണ്ട മലാക്കി പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാര്
നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. മലാക്കി പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയാണ്, യഹോവയായ ഞാൻ ആരാണ്? മാറാത്ത ദൈവമാ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ദേശമേ, ആരൊക്കെ മാറിയാലും ആരൊക്കെ നീങ്ങിപ്പോയാലും എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, യഹോവയായ ഞാൻ മാറാത്ത ദൈവമാണ്. ഇന്നലകളിൽ നമ്മളോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ അനേകർ മാറിപ്പോയപ്പോൾ, അനേകർ അകന്നുപോയപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, യേശു കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അത് ഇന്ന് രാത്രി ശക്തമായി ദൈവദാസന്മാരെന്ന നിലയിൽ, ഒരു സുവിശേഷൻ എന്ന നിലയിൽ ഈ ദേശത്തോട് വിളിച്ചു പറയാൻ കഴിയും. ഇന്ന് കണ്ട് നാളെ മാറിപ്പോകുന്ന ആളുകളുള്ള ദേശത്താ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത എന്നെയും നിങ്ങളെയും നിത്യതയോളം കൊണ്ടെത്തിക്കേണ്ടതിന് മാറാത്തൊരു ദൈവത്തെ എനിക്കറിയുവാൻ, നമുക്കറിയാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്, യഹോവ എന്തോ ചെയ്യത്തില്ല, അവൻ മാറാത്ത ദൈവമാണ്. ഇന്നലകളിൽ രോഗങ്ങൾ വന്നപ്പോഴും, കോവിഡുകൾ വന്നപ്പോഴും, ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഞാനും നിങ്ങളും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാതിരിക്കുന്നതിന് കാരണം മാറാത്തൊരു ദൈവം എന്നോട് കൂടെ ഇരുന്നു, നമ്മളോട് കൂടെ ഇരുന്നു. ആ കാരണത്താലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ ഈ സുവിശേഷ യോഗം കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. യഹോവയുടെ അടുത്തൊരു പ്രത്യേകത, യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ എന്തോ ചെയ്യത്തില്ല, ഒരു നാളും മറന്നു കളയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല കേട്ടോ. നോക്കിക്ക്, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞ, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഈ കാക്കൂരുകാരോട് ചോദിച്ചാൽ അവർ ഉറപ്പോടെ പറയും, എൻ്റെ പാസ്റ്ററെ, ഒരു സ്ത്രീയും എന്തോ ചെയ്യത്തില്ല, കുഞ്ഞിനെ മറക്കത്തില്ല. പക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിലും ഈ കാലഘട്ടം വെച്ചു ഒരു സുവിശേഷ നിലയിൽ ഞാൻ വിളിച്ചു പറയാ, നിശ്ചയമായിട്ടും ഒരു സ്ത്രീ എന്തോ ചെയ്യും, ഒരു കുഞ്ഞിനെ മറക്കാൻ സാധ്യതയുണ്ട്. എന്താ ദൈവദാസനെ അതിൻ്റെ തെളിവ്? 2000 ആണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സുഗതകുമാരി ടീച്ചറിനാൽ സ്ഥാപിത ഒരു പ്രസ്ഥാനമാണ് അമ്മത്തൊട്ടിൽ എന്ന സംഘടന. 25 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ എൻ്റെ അറിവും എൻ്റെ പഠനവും ശരിയാണെങ്കിൽ 600-ൽ പരം കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിലിൽ ഇടം പ്രാപിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരമ്മ മറക്കാഞ്ഞിട്ടാണോ? ഒരു സ്ത്രീ മറക്കാഞ്ഞിട്ടാണോ? വ്യക്തമായി വിളിച്ചു പറയാ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലോ, ഒരു സ്ത്രീ തന്നൊന്ന് പ്രസവിച്ച തലമുറയെ മറന്നു കളഞ്ഞാലോ, ദൈവജനം ഇപ്രകാരം പറയുന്നു, കുഞ്ഞ് ഞാൻ നിന്നെ ഒരു നാളും മറന്നു കളയത്തില്ല. ദേശമേ, ദേശനിവാസികളെ, മാറാത്തൊരു ദൈവത്തെ, മറന്നു കളയാത്തൊരു ദൈവത്തെ, നൂറസങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറഞ്ഞ സർവ ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീ. ഒത്തിരി പ്രത്യേകതയുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 2 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ദൈവം മാറാത്ത ദൈവമാണ്. ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, എൻ്റെ ദൈവം മറക്കാത്ത ദൈവമാ. ആ മാറാത്ത ദൈവത്തെ, മറക്കാത്ത ദൈവത്തെ ഈ ആയുസ്സിൽ അനുഭവിച്ചറിഞ്ഞ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ്, ഒരു കേട്ടുകേൾവിയല്ല നമുക്ക് ആവശ്യം, ഒന്ന് അനുഭവിച്ചറിയുവാൻ ദൈവാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. നാം ഇതുവരെ ദിവസത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ കണ്ണുകളും ഒന്നടച്ച് അല്പസമയം എല്ലാ അധരങ്ങളും എന്ന് പറഞ്ഞ ആരും ഇതിനകത്ത് മൗനമായി നിൽക്കരുത്. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ മേൽ എനിക്ക് പോരാ. അധരങ്ങളെ തുറന്ന് അല്പസമയം അന്തരാത്മാവിൽ അടകന അധികാര കേൾക്കന. ഈ ദേശത്ത് ഇന്ന് രാത്രി ലുദിയാമാരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ചില ഭവന
ഭവനത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. വചനം ഇന്ന് രാത്രി ചില രൂപാന്തരത്തിന് കാരണമാക്കട്ടെ. ഓ ശതരാധരാധരാധന നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആഴമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിന്റെ ദാസന്മാർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ക്രമീകരിക്കുകയും ചെയ്ത ഏകദിന സുവിശേഷ യോഗമായി ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ അങ്ങ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. ഇതുവരെയും പാട്ടുകളെ പാടുവാൻ, പാട്ടുകളെ കേൾപ്പാൻ അങ്ങ് ഒരുക്കി തന്ന വിലപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പ. തുടർന്ന് ഈ ദേശത്തോട് അഭിഷക്തദാസൻ ശക്തമായി ദൈവജനം സംസാരിക്കുമ്പോൾ തന്റെ അന്തരാത്മാവിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനത്തെ പ്രഘോഷിക്കപ്പെടുവാൻ തന്റെ നാവിനെ ദൈവം അധികാരപ്പെടുത്തണമേ. അതിനെത്തി അതിനായി ദൈവം തുറക്കണമേ. കേൾവിക്കാരെ അതിനായി ദൈവം ഒരുക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭാഷത്വം, രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കോ അത് നിത്യ ജീവനാകയാൽ അത് നശിച്ചു പോകാത്ത നിത്യതയിലേക്കുള്ള സ്വർഗീയ ദർശനം ഈ രാത്രി പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് ഈ രാത്രി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾക്കല്ല ഗോവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അങ്ങയുടെ നാമ മഹത്വത്തിന്റെ കാരണമായി തീരട്ടെ. ശേഷം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് നിയന്ത്രിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവത്തിന്റെ മഹത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആദരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി ശക്തിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാമല്ലോ. ഈ മിനിസ്ട്രിക്ക്, ഈ പ്രവർത്തനങ്ങൾക്ക് കർത്താവ് ഏറിയ പ്രതിഫലം നൽകുകയും ശരൺ ബലിഷ് ചർച്ച് മൂലയുടെ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളുടെയും ദേശനിവാസികളുടെ പേരിലുള്ള എല്ലാവിധമായ ആശംസകൾ ഈ പ്രവർത്തനത്തിന് അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ടും അവസരമൊരുക്കിയ കർത്തദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.